നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജിന് പിന്തുണയുമായി സ്വരാജിന്റെ അധ്യാപകരും സഹപാഠികളും ഒത്തുചേർന്നു. ഒരു വട്ടം കൂടി പ്രിയ സ്വരാജിനൊപ്പം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തുകാരി KR മീര പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലായി ഒന്നിച്ചു പഠിച്ചവരും അധ്യാപകരും സുഹൃത്തുക്കളുമാണ് M. സ്വരാജിനായി ഒരിക്കൽ കൂടി ഒത്തുകൂടിയത്. നിലമ്പൂർ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരി KR മീര ഉദ്ഘാടനം ചെയ്തു. സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകേണ്ടത് സ്വരാജിൻ്റെ ആവശ്യത്തെക്കാളേറെ നിലമ്പൂരിൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വോട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സ്വരാജിനായിരുന്നു ചെയ്യുമായിരുന്നു. അത് പറയാൻ എനിക്കൊരു വിഷമവുമില്ല. പിന്നെ നാളെ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് പശ്ചാത്തപിക്കാനൊരവസരം സ്വരാജ് ഉണ്ടാക്കുകയില്ല എന്ന ഒരു ഉറപ്പ് എനിക്കുണ്ട്. പഠനകാലം സമ്പന്നമാക്കിയ സൗഹൃദ വലയങ്ങൾക്കിടയിലൂടെ M. സ്വരാജ് വേദിയിലെത്തിയപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകൻ MK ദിവാകരൻ മാഷ് പൂക്കൾ നൽകി സ്വീകരിച്ചു. തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെക്കുറിച്ച് പറയാൻ മാഷിന് 100 നാക്ക്. 84 സ്വരാജിനെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്നു. 1-ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്, വേറെ അധ്യാപകർ കുറവായിരുന്നു. അപ്പോൾ അന്ന് തന്നെ സ്വരാജിന്റെ മിടുക്ക് എനിക്ക് മനസ്സിലായത്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി. 4 കൊല്ലക്കാലം പഠിച്ചതിൽ 3 വർഷക്കാലവും സ്കൂളിന്റെ ലീഡറായിരുന്നു. അപ്പോൾ ഒരു 300-350 കുട്ടികൾ പഠിക്കുന്നതിനിടയ്ക്ക് ഒരു ലീഡറെ തിരഞ്ഞെടുക്കാൻ ആ സ്കൂളിലെ പ്രധാനിയല്ലേ. സ്വരാജിന്റെ കോളേജ് അധ്യാപികയായിരുന്ന ഡോക്ടർ മിനി പ്രസാദിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പഴയ സഹപാഠികളെയെല്ലാം ഓർത്തെടുത്തായിരുന്നു സ്വരാജിന്റെ പ്രസംഗം. വിവിധ കാലങ്ങളിൽ ഒരുമിച്ച് പഠിച്ചവരോ പഠിപ്പിച്ചവരോ സുഹൃത്തുക്കളായിരുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരാണ്. ചിലർക്ക് കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അതേപോലെ നിത്യവസന്തങ്ങളായിരിക്കുന്നുണ്ട്. ചിലര് ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ ടീച്ചർ എന്നോട് മുടിയൊക്കെ നരച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഓൾറെഡിയും മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. MLA-യും ഗായികയുമായ ദലീമ ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തു. സൗഹൃദം പുതുക്കാനും സെൽഫി എടുക്കാനുമെല്ലാം ചുറ്റും കൂടിയവരെ നിരാശപ്പെടുത്താതെ അവർക്കൊപ്പം സമയം ചിലവഴിച്ചാണ് M. സ്വരാജ് മടങ്ങിയത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 നിലമ്പൂർ. നിലമ്പൂർ പൂർണ്ണമാവുന്നു. ഇനി ന്യൂസ് അപ്ഡേറ്റ്സിൽ സച്ചിൻ രവീന്ദ്രൻ ചേരും. നമസ്കാരം.